Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡ്രോയിങ് ടൂളിലെ ഡിവൈഡ് ആൻഡ് മെഷർ ഈ രണ്ട് ഓപ്ഷൻസ് ആണ്. അത് എടുക്കാനായി ഡ്രോ പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ കണ്ട ഈ ഒരു ഓപ്ഷനാണ് ഡിവൈഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അതിന് തൊട്ട് റൈറ്റ് സൈഡിലാണ് മെഷർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നമുക്കിത് മൗസ് പോയിന്റ് പുറകോട്ട് വേറെ സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ബോക്സ് എന്താ ഇല്ലാണ്ടാവുന്നത് കാണാം. നമുക്ക് ഈ ബോക്സ് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇവിടെ പിന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മൗസിന് എവിടേക്ക് പോയാലും ഈ ഒരു ബോക്സ് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ വേണ്ട, മൗസ് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഈ ഒരു ബോക്സ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പിന്ന് നമുക്ക് ഓഫ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതേ ഓപ്ഷൻ തന്നെ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രോയില് പോയിന്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പോയിന്റില് ഡിവൈഡ് മെഷർ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, ഡിവൈഡിന് ടൈപ്പ് കമന്റ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മെഷറിന് ടൈപ്പ് കമന്റ് ടൈപ്പ് ചെയ്യാം. നമുക്ക് ആദ്യം ഞാനൊരു ലൈൻ എടുത്തൊരു 100 സെന്റിമീറ്ററിൽ വരച്ചു കൊടുക്കുകയാണ്. 100 പകരം 150 വരയ്ക്കാം. ഞാനൊരു 150 കൊടുക്കാം. 150 കൊടുത്തു, വരച്ചു കൊടുത്തു. ഇനി ഞാൻ ജസ്റ്റ് താഴേക്ക് 150 വരച്ചു കൊടുത്തു. 150 എൻ്റർ, ഞാൻ എസ്കേപ്പ് അടിച്ചു കൊടുത്തു. നമുക്ക് ഈ ഒരു 150 എന്ന ലെങ്ത് ഞാൻ ഡ്രോയിൽ എന്ന ഓപ്ഷനിലെ ഡിവൈഡ് എന്ന ഓപ്ഷൻ എടുക്കുകയാണ്. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൈന് എത്ര കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ലൈനാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്തു, അതിക്ക് ഡിവൈഡ് എന്ന ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു ലൈൻ ഒബ്ജക്റ്റ് ഡിവൈഡ് ചെയ്തു. ഇനി എത്ര സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഈ ലൈന് 2 ആയിട്ടാണോ 3 പീസ് ആയിട്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഞാൻ 3 ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തു. ഞാൻ ഈ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്യണം. കണ്ട ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ട 1 ഇതൊരു ലൈനിന്റെ ഓൾറെഡി ഉള്ള ഗ്രിഡ് ബോക്സ് ആണ്. അതല്ലാണ്ട് ഡിവൈഡ് ഉള്ളത് 1 2 3. നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പോയിന്റ് സ്റ്റൈൽ മാറ്റി കൊടുത്താൽ മതി. പോയിന്റ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടി PT ടൈപ്പ് ചെയ്യുക, അതായത് പോയിന്റ് ടൈപ്പ്, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇതിൽ നമ്മൾ വേറൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോ പോയിന്റിന്റെ അതേ ഈ ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് പോയിന്റ് മനസ്സിലാൻ പറ്റില്ല. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോണ്ട ഇതാണ് പോയിന്റ് സ്റ്റൈൽ മാറ്റിപ്പോ നമുക്ക് കാണാൻ പറ്റും. ഈ ലൈൻ 3 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ലൈൻ നമുക്ക് ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഡ്രോ എന്ന ഓപ്ഷൻ എടുക്കുക, അതിൽ നമ്മൾ ഡിവൈഡ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം സെലക്ട് ഒബ്ജക്ട് ഡിവൈഡ്, ഏത് ഒബ്ജക്റ്റ് ആണോ ഡിവൈഡ് ചെയ്യുന്നത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എത്രണ്ണാണോ വേണ്ടത്, 3 വേണ്ടെങ്കിൽ 3 ടൈപ്പ് ചെയ്യുക, 4 വേണമെങ്കിൽ 4 ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോ 4 ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തു. ഇപ്പൊ കണ്ട 1 2 3 4, അപ്പൊ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ ഒരു സർക്കിൾ എടുത്ത് വെക്കാം. ഒരു സർക്കിൾ എടുത്തു, ജസ്റ്റ് സർക്കിൾ ഒരു 25 ഒരു 50 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഡ്രോ എന്ന് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിവൈഡ്. അതിനുശേഷം സെലക്ട് ഒബ്ജക്ട്, ഇത് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, ഇതിനൊരു 6 പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 6 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ കറക്റ്റ് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ആ 6 പീസ് നമുക്ക് യോജിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ കറക്റ്റ് ഈ പോയിന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഞാൻ ഈ ഓട്ടോ മോഡ് ഓഫ് ആക്കി കൊടുത്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. എസ്കേപ്പ് അടിക്കുക, വീണ്ടും ലൈൻ ടൂൾ എടുക്കാൻ വേണ്ടിയിട്ട് ലൈൻ ടൂൾ എടുത്തു, ജസ്റ്റ് ടൈപ്പ് ചെയ്തു. നമുക്ക് എങ്ങനെയാണോ വരയ്ക്കേണ്ടത് അതൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ ഈ സർക്കിൾ കറക്റ്റ് 6 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനാണ് നമ്മൾ സർക്കിൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ടൂൾ യൂസ് ചെയ്തിട്ട് സർക്കിൾ ഡിവൈഡ് ചെയ്ത്. കണ്ട സർക്കിൾ 6 പീസ് ആയി, 1 2 3 4 5 6. ഇനി നമുക്ക് ഒരു ആർക്ക് ഡിവൈഡ് ചെയ്യുമെങ്കിൽ ജസ്റ്റ് ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. ആർക്ക് വരച്ചു, അതിനുശേഷം ജസ്റ്റ് വലിയൊരു ആർക്കാണ് ക്രിയേറ്റ് ആവുന്നത്. കണ്ട ചെറിയൊരു ആർക്ക് വരച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ആണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡ്രോ ഓപ്ഷൻ എടുക്കുക, ഡിവൈഡ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഏത് ഒബ്ജക്റ്റ് ആണോ ഡിവൈഡ് ചെയ്തത് ആ ഒബ്ജക്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എത്ര നമ്പർ ഓഫ് സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോ 8 ടൈപ്പ് ചെയ്തു. 8 ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ട 8 സെഗ്മെന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും. 1 2 3 4 5 6 7 8. അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഡിവൈഡ് ചെയ്തത് കാണണമെങ്കിൽ നമ്മൾ പോയിന്റ് സ്റ്റൈൽ പോയിട്ട് നമ്മൾ മാറ്റി കൊടുത്തു. ഇനി ഞാൻ ഈ പോയിന്റ് സ്റ്റൈലിൽ വീണ്ടും പോയിട്ട് മാറ്റി PT എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ പഴയ പോയിന്റ് സ്റ്റൈലിൽ എടുത്തു, ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോ ഈ ഒരു ആർക്ക് ഡിലീറ്റ് ചെയ്തിരിക്കുക. ഈ ആർക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഈ ആർക്ക്
ജസ്റ്റ് സെലക്ട് ചെയ്തു, എസ്കേപ്പ് അടിച്ചു, ആർക്ക് സെലക്ട് ചെയ്തു, ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആർക്കിനെ ഡിവൈഡ് ചെയ്ത പോയിന്റ്സ് ഇല്ലേ അത് അവിടെ തന്നെ ഉണ്ടാവും. കണ്ട ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, കണ്ട ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ആർക്കിനെ ഡിവൈഡ് ചെയ്ത പോയിന്റ്സ് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവണമെങ്കിൽ പോയിന്റ് സ്റ്റൈലും വീണ്ടും ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക, വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. കണ്ട അപ്പൊ നമ്മൾ മുന്നേ വരച്ച ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്താലും ആ പോയിന്റ്സ് അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഈ ഒരു സർക്കിൾ സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. കണ്ട നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആയ ആ പോയിന്റ്സ് ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്താലും അവിടെ തന്നെ ഉണ്ടാവും. ഇനി മെഷർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മെഷർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈൻ എടുത്തു. ലൈൻ എടുത്തതിന് ശേഷം ഒരു 100 സെന്റിമീറ്ററിൽ ഞാൻ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഹൊറിസോണ്ടൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓർത്തോ മോഡ് ഓൺ ആക്കി കൊടുത്തു, F8. ഞാൻ 100 ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു, എസ്കേപ്പ് അടിച്ചു. ഞാൻ ഡ്രോ ഓപ്ഷനിൽ മെഷർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തു. മെഷർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ഒരു ഈക്വൽ ഇന്റർവെല്ലിൽ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ എന്താ കഷ്ണം ആക്കണമെങ്കിൽ. അപ്പൊ ഇതൊരു 100 സെന്റിമീറ്ററിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ലെങ്ത് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ആദ്യം സെലക്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സ്പെസിഫൈ ലെങ്ത് ഓഫ് സെഗ്മെന്റ്, അതായത് എത്ര സെഗ്മെന്റ്, ആ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് ടൈപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു 100 സെന്റിമീറ്ററിന്റെ വരച്ചു കൊടുത്തു. അതിനുശേഷം ഓരോ സെഗ്മെന്റിന് എത്ര ലെങ്ത് വേണം, ഞാനിപ്പോ ഇവിടെ 10 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പൊ 10 കൊടുത്ത 10 സെന്റിമീറ്ററുള്ള 10 സെഗ്മെന്റ്സ് ഉണ്ടാവും. ഞാൻ 25 ആണെന്ന് കൊടുക്കുന്നത് വിചാരിക്കുക. 25 കൊടുത്താൽ ഒരു സെഗ്മെന്റ് 25 ആണെങ്കിൽ എത്ര ഉണ്ടാവും, 4 ഉണ്ടാവും. അതായത് ഡിവൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ 25 കൊടുത്തു. 25 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റ് ലെങ്ത് 25 ആയിരിക്കും, ഈ ഒരു സെഗ്മെന്റ് ലെങ്ത് 25, ഈ ഒരു സെഗ്മെന്റ് ലെങ്ത് 25, ഇതും 25. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 4 ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ലീനിയർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ലീനിയർ തന്നെ എടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഈ ഒരു പോയിന്റും ക്ലിക്ക് ചെയ്യുക. കേട്ടോ 25 ആണ് അതിന്റെ ലെങ്ത്. ഞാനിപ്പോ ഒരു 150 സെന്റിമീറ്ററിൽ വരച്ചു, ലൈൻ വരച്ചു. 150 വരയ്ക്കണമെങ്കിൽ 150 എൻ്റർ അടിച്ചു, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ഈ ലൈനാണ് നമുക്ക് മെഷർ യൂസ് ചെയ്യണമെങ്കിൽ. ഈ 150 എന്നത് ഒരു 15 സെന്റിമീറ്ററുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം എന്ന് വിചാരിക്കുക. എത്ര പീസ് നമുക്ക് ഉണ്ടാവണമെന്ന് അറിയില്ല. അപ്പൊ 15, അതായത് ഓരോ സെഗ്മെന്റിന്റെ ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെ എത്രയോ പീസോ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഡ്രോ ഓപ്ഷൻ ജസ്റ്റ് എടുക്കുക, അതിനുശേഷം മെഷർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് ആക്കേണ്ടത് അതിന് ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എത്രയാണ് വേണ്ടത്, 15 ആണ് വേണ്ടെങ്കിൽ ജസ്റ്റ് 15 ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പൊ ഈ ഓരോ സെഗ്മെന്റിന്റെ ലെങ്ത് 15 ആയിരിക്കും. 50, 30, 45, 60, 75, 90, 105, 120, 135, 150 കറക്റ്റ്. ഇവിടെ നമ്മൾ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഡിവൈഡിലാണെങ്കിൽ എത്ര സെഗ്മെന്റ്സ് വേണമെന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ഡിവൈഡിൽ എത്രയാണ് ടൈപ്പ് ചെയ്യേണ്ടത്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഡിവൈഡിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 150-ന് 8 സെഗ്മെന്റ്സ് വേണം നമ്മൾ ടൈപ്പ് കൊടുക്കുക. അതായത് സെഗ്മെന്റ്സിന്റെ നമ്പർ ആണ് നമ്മൾ ഡിവൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെഷറിലാണെങ്കിൽ ഒരു സെഗ്മെന്റിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് ഡിവൈഡും മെഷറും തമ്മിലുള്ള വ്യത്യാസം.